Hey guys, welcome back to another new video. So ഞാൻ എല്ലാ വീഡിയോസും ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്നല്ലാതെ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഭയങ്കര തിരക്കായിപ്പോയി. ഞാൻ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണുള്ളത്. അപ്പോൾ എനിക്ക് ബാക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഇൻട്രോ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്ക് പാക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം ലഗേജിൽ സ്പേസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ ചോദിച്ചു. എനിക്ക് വല്ലാണ്ട് ടിപ്സൊന്നും അറിയില്ല, പക്ഷേ അറിയണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2 ബാഗാണ് ഉണ്ടാവുക, ഒരു ക്യാബിൻ ബാഗും 7 kg ക്യാബിൻ ബാഗും ഒരു ലഗേജ് ബാഗും. അപ്പോൾ എനിക്ക് 30 kg ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ഡ്രസ്സ് മാത്രം 7 kg വെച്ചിട്ട് ബാക്കി 30 kg ഫുള്ളിൻ്റെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു, മസാലകൾ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ലഗേജ് കെട്ടുന്നതിന് മുമ്പേ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത്. അതിനുശേഷം പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ കിടക്കാം. വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ റൈസ് കുക്കർ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അരി കഴുകി അതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഊറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അരമണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയാവും. പിന്നെ അപ്പോൾ സെൽഫ് കുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നന്നാവും. പിന്നെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ 5 പേരുണ്ട്. അപ്പോൾ 5 പേരും പാത്രങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരാൾ ചീനച്ചട്ടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ കുക്കർ, അങ്ങനെ. അതാകുമ്പോൾ ലഗേജ് ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. ഫസ്റ്റ് ലിക്വിഡ് ഐറ്റംസൊക്കെ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് വീണ്ടും അതൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് കവർ ചെയ്യണം. അല്ലെങ്കിൽ ലീക്കായി കഴിഞ്ഞാൽ ഡ്രസ്സിലോട്ടൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ എല്ലാ ലിക്വിഡ് ഐറ്റംസും നന്നായിട്ട് കവർ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് പാക്ക് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നതിന് അയക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ലിപ് ഗ്ലോസും ലിപ് ലൈനറും ഒരു സിറമായിരുന്നു, ഹെയർ സിറത്തിൻ്റെ വലിപ്പം കണ്ട് സത്യം പറഞ്ഞ സങ്കടം വന്നു. ഞാൻ 300 രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഈ ചെറിയൊരു സാധനം. ഞാൻ എന്തുകൊണ്ട് എൻ്റെ ML നോക്കിയില്ല എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സാരില്ല, പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ. ഇപ്പം എൻ്റെ ഉപ്പ എനിക്ക് ലഗേജ് പാക്ക് ചെയ്ത് തരാണ്. ഞാൻ എത്ര പാക്ക് ചെയ്യാൻ നോക്കിയിട്ടും ഇത് മുഴുവൻ അതിലോട്ടേക്ക് ഫില്ലാവണില്ല. അപ്പോൾ ഉപ്പ പാക്ക് ചെയ്ത് തരാണ്. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ ബോക്സ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് സാധനം വെച്ചിട്ട് പാക്ക് ചെയ്യാൻ നോക്കുക. അപ്പം കുറേ സ്ഥലങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ലഗേജ് ബാഗും ക്യാബിൻ ബാഗും അല്ലാതെ കൂട്ടൊരു ലാപ്ടോപ്പ് ബാഗ് എടുക്കാം. ആ ബാഗിലോട്ടേക്ക് ബുക്സ് എടുക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ നോക്കുക. കാരണം ആ ബാഗിൻ്റെ വെയിറ്റ് അങ്ങനെ ചെക്ക് ചെയ്യലില്ല. ഇനി ഇൻ കേസ് ഒരു വെയിറ്റ് നോക്കാൻ പറഞ്ഞാലും ഒരു താഴത്തെ, അതായത് ഒരു കണ്ണിൽ പെടാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എൻ്റെ ബുക്സൊക്കെ ലാപ്ടോപ്പ് ബാഗിൽ കൊണ്ടുവരല്. അതിൻ്റെ ലഗേജ് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഭയങ്കര ബൾക്കായിട്ടുള്ള പോലെ തോന്നരുത്. അതായത് പുറത്തുനിന്ന് കണ്ടാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. ഓക്കെ. പിന്നെ 7 kg ക്യാബിൻ ബാഗിൽ ഒരു ലിക്വിഡ് ഐറ്റംസും കത്രിക, പിന്നെ ലൈറ്റർ, ഇങ്ങനത്തെ ഒരു സാധനം ക്യാബിൻ ബാഗിൽ വെക്കാതെ ഇരിക്കുക 7 കിലോൻ്റെ. കാരണം അവിടുന്ന് ഒരു അൺബോക്സ് ചെയ്യാൻ പറയും ഇതുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം ലഗേജ് ബാഗിൽ ഇട്ടിട്ട് മാക്സിമം ഇങ്ങനത്തെ ഡ്രസ്സും ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാബിൻ ബാഗിൽ വെക്കാൻ വേണ്ടി നോക്കാം.
അപ്പോൾ ഞാൻ അന്ന് രാത്രി ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയത്. അവിടെ എനിക്കൊരു സൽക്കാരുണ്ടായിരുന്നു, കാരണം ഞാൻ തിരിച്ച് പോവാണല്ലോ. അപ്പം അന്ന് രാത്രി അവിടെ നിന്ന് കസിൻസിൻ്റെ കൂടെയൊക്കെ. പിന്നെ ഈ വീഡിയോ ഞാൻ വിചാരിച്ച പോലെയല്ല എടുത്തത്, അപ്പോൾ ക്ഷമിക്കാം. ഞാൻ ഇനിയും വീഡിയോസ് ഇടും, അതിൽ ഞാൻ എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ബൈ.